A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ നിലമ്പൂർ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് രാജ്യം ഉറ്റുനോക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു, പലരോട് പറഞ്ഞിരുന്നു നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ രാവിലെ ദേശീയ പ്രസിഡന്റ് വിളിച്ചതൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ബാബുലാൽ ഗുപ്ത തന്നെ ഈ മണ്ഡലത്തിൽ വന്ന് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന അഭിവാദ്യങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയാം, അടുത്ത സമയത്ത് ശ്രീ KC വേണുഗോപാലാണ് ഈ പാർലമെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അനവധി വർഷമായി വേദിയിൽ പ്രവർത്തിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പല മാർച്ച് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം മലയാളികൾ പങ്കെടുത്ത ആദ്യത്തെ പാർലമെന്റ് മാർച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാർച്ചാണ് കേരളത്തിൽ. കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതുമായ നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുത്തക കോർപ്പറേറ്റുകളുടെ മാത്രം സംരക്ഷകരായി ഭരണം നടത്തുന്നവർ മാറിക്കഴിഞ്ഞു. 10 ലക്ഷത്തോളം വരുന്ന ചെറുകിട വ്യാപാരികളുടെയും കർഷകരുടെയും ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമയമില്ല. ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. കോർപ്പറേറ്റുകളുടെ പ്രശ്നങ്ങൾക്ക് മാത്രം ചെവി കൊടുക്കുന്ന ജനപ്രതിനിധികളല്ല വേണ്ടത്. വ്യാപാരികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ജനപ്രതിനിധികൾ ഉണ്ടാകണം. നിലമ്പൂരിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ്. വ്യാപാരികളുടെ ശക്തി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാകും. ദേശീയ അധ്യക്ഷൻ പ്രചരണത്തിനെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും സഹായിക്കും, 10 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ സഹായിക്കും, അവരുടെ ബന്ധുക്കളുടെ അവരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ സഹായവും മണ്ഡലത്തിലുണ്ടാകും. വലിയൊരു വിപ്ലവമായി നടക്കാൻ പോകുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തരത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, വിജയം നമ്മളോടൊപ്പം തന്നെയായിരിക്കും. മറ്റാരും നമ്മളോട് പേരിടാൻ സാധ്യതയില്ല. നമുക്കറിയാം, വന്യമൃഗത്തിന്റെ ശല്യം ശ്രീ കുഞ്ഞുമാമനോട് സൂചിപ്പിച്ചു. എന്ത് ഈ രാജ്യത്ത് ഒരു വനനിയമമാണ് ആലോചിച്ചു നോക്കി. ഇന്ന് പുലരുകളുടെയും പന്നികളുടെയും ആനകളുടെയും അടക്കമുള്ള കാട്ടുപോത്തിന്റെ അടക്കം, പുലികളുടെ അടക്കം ബുദ്ധിമുട്ട് നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. അതിന് മാറ്റം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ഒരു വനത്തിനകത്ത് ജീവിക്കാൻ ഒക്കുന്ന വന മൃഗങ്ങളുടെ കണക്കുണ്ട്, ശാസ്ത്രീയമായ കണക്കുണ്ട്. അതിലധികമായി അതിനെ നിയന്ത്രിക്കും. എല്ലാ ഉത്പാദനം നടത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ അവനെ മറ്റു കാട്ടിലേക്ക് മാറ്റിക്കൊണ്ടോ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒക്കെ കാടിനെ തമ്മിൽ നിലനിർത്തും. ഇപ്പൊ തന്നെ എന്താണ് കാടിന്റെ അവസ്ഥ? അവിടെ മാനുകൾക്ക് പോലും കിട്ടാത്ത തരത്തിൽ, ഒരു തരത്തിലും ഉപജീവനം നടത്താത്ത തരത്തിൽ മൃഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സാധാരണ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേരള വ്യാപാരി വ്യവസായി, കേരളത്തിലെ കർഷകരും സാധാരണക്കാരും ഇടത്തരക്കാരും ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ മുന്നേറ്റത്തിലാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കണം എന്നാണ് തീവ്രമായി അഭ്യർത്ഥിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാരികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകും. സംസ്ഥാന സർക്കാർ 66% തൊഴിൽ നികുതി ഏർപ്പെടുത്തി ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണ്.
കച്ചവടക്കാരെ ഏത് സമയത്തും ഇറക്കിവിടാവുന്ന നയമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി വന്നതിന്റെ ഗുണം അദാനിക്ക് മാത്രമാണെന്നും രാജു അപ്സര കൂട്ടിച്ചേർത്തു. 5370 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് ചെലവഴിച്ചത്. എന്നാൽ 2034 വരെ വരുമാനത്തിൽ 1 രൂപ പോലും സർക്കാരിന് ലഭിക്കില്ല. എന്നാൽ 2497 കോടി രൂപ മുടക്കിയ അദാനിക്ക് പ്രതിവർഷം 10,000-ലേറെ കോടി രൂപ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഓരോ ദിവസവും അടച്ചുപൂട്ടുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുകയാണ്. കടക്കണി മൂലം വ്യാപാരികൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണെന്നും രാജു അപ്സര പറഞ്ഞു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ജോജി പി ജോയ്, ഹമീദ് പാലക്കാട്, ബാപ്പു ഹാജി കോഴിക്കോട്, വിനോദ് പി മേനോൻ, പി സഫറുള്ള, നൌഷാദ്, ഹക്കീം ശങ്കരത്ത് എന്നിവർ സംസാരിച്ചു. എ+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.